അന്യരുടെ തെറ്റിങ്ങനെ അന്വേഷിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നതിന് പകരം മോനെ നീ നിന്റെ തെറ്റിനെ സംബന്ധിച്ചു കൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ റബ്ബിനോട് എന്താണ് മറുപടി പറയാം? പ്രായപൂർത്തിയായ അന്നു മുതൽ ഖളാ ആയ നിസ്കാരത്തെ സംബന്ധിച്ചുകൊണ്ട് മറ്റുള്ളവനെ ഗീബത്ത് പറഞ്ഞത്, മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തിയത്, ജീവിതത്തിലുടനീളം മനുഷ്യരെ വേദനിപ്പിച്ചത്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതിലേക്ക് നോക്കിയത്, ചിന്തിച്ചത്, നീ കേട്ടതും കണ്ടതും ചിന്തിച്ചതും എല്ലാം നാളെ റബ്ബ് നിന്നോട് ചോദിക്കുമ്പോ മോനെ നമ്മൾ എന്താണ് റബ്ബിനോട് പറയാം? നമ്മൾ അള്ളാഹിനോട് നമ്മൾ എന്ത് പറയും? നമുക്കിപ്പോ മറ്റൊരാളുടെ വീഴ്ചയിൽ നമ്മൾ ആസ്വദിക്കുന്നു, മറ്റൊരാളുടെ പരാജയത്തിലേക്ക് നോക്കുന്നു, മറ്റൊരാളുടെ തെറ്റിലേക്ക് നോക്കുന്നു, ഇത് പറയുന്നു, പെരുപ്പിക്കുന്നു, എഴുതുന്നു, അത് ഷെയർ ചെയ്യുന്നു. പരമാവധി മനുഷ്യരുടെ തിന്മകളിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മുടെ തിന്മകൾ എഴുതി വെക്കാൻ നമ്മളോടൊപ്പം മലക്കുകളുണ്ട് എന്ന ബോധം, നമ്മൾ ചെയ്തു കൂട്ടിയതിന് ഓരോന്നും റബ്ബിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറയേണ്ടി വരുമെന്ന ബോധം മോനെ എന്തേ നമുക്ക്